മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം 34:5 നമുക്ക് ധ്യാനിക്കാം. The book of Psalms 34:5. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്നുള്ള ഒരു ബോധ്യം ഇവിടെ സങ്കീർത്തകൻ പ്രകടിപ്പിക്കുകയാണ്. വിശുദ്ധമായ കാര്യങ്ങൾ ചിന്തിക്കുകയും മാന്യമായവ മാത്രം സംസാരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മുഖഭാവം ശാന്തഗംഭീരവും ദൈവകൃപയുടെ പ്രകാശം പരത്തുന്നതുമായിരിക്കും. അല്ലാത്ത സന്ദർഭങ്ങളിൽ മുഖഭാവം അനാകർഷകമായി തീരുന്നു. ആന്തരിക നിരൂപണങ്ങൾക്കനുസൃതമായി നമ്മുടെ മുഖരൂപത്തിന് വ്യത്യാസം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അദൃശ്യ ശില്പി നമ്മുടെ ശരീരത്തിൽ കൊത്തുപണി ചെയ്തുകൊണ്ടിരിക്കുന്നെന്ന് ആരോ ഒരാൾ പറഞ്ഞത് എത്രയോ ശരിയാണ്. യെശയ്യാ പ്രവാചകൻ 3:9 തെറ്റിൽ ജീവിക്കുന്ന ജനതയെപ്പറ്റി പറയുമ്പോൾ അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷിക്കുന്നു. അവർ സോദോം പോലെ അവരുടെ പാപത്തെ പരസ്യമാക്കുന്നുവെന്ന് പറയുന്നു. അപ്പസ്തോല പ്രവൃത്തികളിൽ 6:15 സ്തെഫാനോസിന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ ഇരിക്കുന്നുവെന്ന് പറയുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ഈശോയുമായുള്ള അവന്റെ ബന്ധം മുഖഭാവത്തിൽ വലിയ മാറ്റം വരും. നമ്മുടെ ചിന്തകൾ ഏതു തരം വിഷയങ്ങളെ ചുറ്റിപ്പറ്റിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ സകല വസ്ത്രധാരണത്തെക്കാളും പ്രധാനം നമ്മളുടെ മുഖഭാവമാണ്. അദൃശ്യനായ ശില്പി നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തിനനുസൃതമായി മുഖഭാവം രൂപപ്പെടുത്തുവാൻ നിരന്തരം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ഓർമ്മ എപ്പോഴും ഉണ്ടായിരിക്കും. നമ്മുടെ ഹൃദയത്തിൽ ആരംഭിച്ച് വളരുന്ന ചിന്തകൾ എന്നും ഉള്ളിൽ തന്നെ ഒതുങ്ങി ഇരിക്കുകയില്ല. അവ കവിഞ്ഞൊഴുകി മുഖഭാവത്തിലൂടെ പ്രത്യക്ഷപ്പെടും. ഉള്ളിൽ ധരിക്കുന്നവ മുഖത്തെ ആവരണം ചെയ്യും. നമ്മൾ സാധാരണ കേട്ടിട്ടുണ്ട്, മുഖം ഹൃദയത്തിന്റെ കണ്ണാടിയാണ്. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.